ബി ജാനകി ജനകീയ കോടതി. ഏറെ വിവാദങ്ങൾക്കൊടുവിൽ സുരേഷ് ഗോപി ചിത്രം ബി ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള തിയേറ്ററുകളിലെത്തി. ജാനകി എന്ന പേര് ബി ജാനകിയാക്കി മാറ്റി. ആദ്യ പകുതിയിൽ ഏതാണ്ട് 5 ഭാഗത്ത് പേര് മ്യൂട്ട് ചെയ്ത് ചിത്രം തിയേറ്ററുകളിൽ എത്തുകയായിരുന്നു. വലിയ സമാധാനം നമ്മൾ ഇന്ന് അണിയറ പ്രവർത്തകരുടെ മുഖത്ത് കണ്ടു. നടൻ സുരേഷ് ഗോപി ആദ്യമായി ഈ വിഷയത്തിൽ പ്രതികരിച്ചു. അദ്ദേഹം പറഞ്ഞത് ഈ ചിത്രത്തിന്റെ കണ്ടന്റ്, അത് ചിത്രം മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ, അത് ഇനി കൂടുതൽ ചർച്ചയാകട്ടെ എന്ന ഒരു പ്രതീക്ഷ പ്രകടിപ്പിക്കുകയാണ് നടൻ സുരേഷ് ഗോപി ചെയ്തത്. എന്തായാലും വലിയ വിവാദമായതുകൊണ്ട് തന്നെ പ്രേക്ഷകർ കാത്തിരിക്കുന്ന ചിത്രമായിരുന്നു. വലിയ രീതിയിൽ പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്നു. ഒരു പെൺകുട്ടിയുടെ ശക്തമായ ചെറുത്തുനിൽപ്പിന്റെ കഥയാണ് കോർട്ട് റൂം ബേസ്ഡ് ആയിട്ടുള്ള ഈ സിനിമ പറയുന്നത്. അതിൽ അഭിഭാഷകനായാണ് സുരേഷ് ഗോപി എത്തുന്നത്. നീതി തേടിയുള്ള ഒരു പെൺകുട്ടിയുടെ പോരാട്ടമാണ്. അപ്പോൾ അത് വലിയ ആ രീതിയിലുള്ള സന്ദേശങ്ങൾ നൽകുന്ന ചിത്രമാണ്. ചിത്രത്തിൽ സെൻസർ ബോർഡ് കത്തിവെച്ചതാണ് ഈ ജാനകി എന്ന പേര് മാറ്റണം, ഹിന്ദു ദൈവങ്ങളുടെ പേരാണ് അത് എന്നത് പറഞ്ഞ് അത് മാറ്റണമെന്ന് സെൻസർ ബോർഡ് വാശി പിടിച്ചതാണ് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചത്. അതിൽ നിന്ന് പിന്നീട് തങ്ങൾ ഉയർത്തിയ വാദങ്ങളിൽ നിന്നൊക്കെ സെൻസർ ബോർഡ് പിന്നോട്ട് പോകുന്നത് കണ്ടതാണ്. വളരെ പരിഹാസ്യമായ നിലപാടാണ് സെൻസർ ബോർഡിന് ഈ വിഷയത്തിൽ ഉണ്ടായത് എന്നത് വെളിവായതാണ്. ഏറ്റവും ഒടുവിൽ ഒരു ഒത്തുതീർപ്പ് എന്ന നിലയിൽ മുടക്കിയ കാശ് മുതലാക്കാൻ വേണ്ടി സിനിമാ പ്രവർത്തകരും ഒത്തുതീർപ്പിന് തയ്യാറാകുന്നു. ചിത്രം പേര് മാറ്റി ബി ജാനകിയായി തിയേറ്ററുകളിൽ എത്തുകയാണ്. പ്രേക്ഷകർ എന്ത് പറയുന്നു ഈ ചിത്രം കണ്ടിട്ട് എന്ന് നോക്കാം. നമുക്ക് വരുന്ന പണ്ടത്തെ പോലീസ് റോളൊക്കെ ചെയ്യുന്ന ഒരു സംഭവമില്ല. ഞാനൊരു കോർട്ട് ഡ്രാമ, കംപ്ലീറ്റ്ലി ഒരു കോർട്ട് ഡ്രാമ ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ ആൾക്ക് ത്രൂ ഔട്ട് ദ മൂവി ഇല്ല. പക്ഷെ ഉള്ളതിലൊക്കെ നമുക്ക് പണ്ട് കണ്ട ഒരു പഞ്ച് ഡയലോഗ് ഉണ്ടല്ലോ, അതിൻ്റെ അതൊക്കെ ഇതിലുണ്ട്. അതായത് നമുക്ക് ഇതിന് ക്ലാപ്പ് ചെയ്യാൻ പറ്റുന്ന 1-2 മൊമെന്റ്സ് ഒക്കെയാണ്. അടിപൊളി, ഒരു രക്ഷയില്ലാത്ത പടമാണ്. നമുക്കൊരു എന്താ പറയുക, ഒരു പുള്ളിക്കാരുടെ പെർഫോമൻസ് നല്ലതാണ്. പെർഫോമൻസ് എല്ലാവരുടെയും പെർഫോമൻസ്, ലൈക്ക് അനുപമ പെർഫോമൻസ്, സുരേഷ് ഗോപി പെർഫോമൻസ്, ലൈക്ക് ഗോകുൽ സുരേഷ് ഒരു പെർഫോമൻസ്, എല്ലാവരും ലൈക്ക് ഈച്ച് ആൻഡ് എവറി വൺ അതിന് പെർഫോം ചെയ്തേക്കുന്ന എല്ലാവരും. ഈവൻ ഞാൻ പറയാം, ഞാൻ നേരത്തെ പറഞ്ഞു ജൂനിയർ ആർട്ടിസ്റ്റ് പോലും അതിനകത്ത് അങ്ങനെ പറയാൻ പറ്റില്ല. ഈവൻ ദേ ആർ ആക്ടേഴ്സ്, ദേ ആർ ആർട്ടിസ്റ്റ്. ഇതാണ് പ്രേക്ഷകർക്ക് പറയാനുള്ളത്. എന്തായാലും അണിയറ പ്രവർത്തകർ ആശ്വാസത്തിലാണ്. അവർക്ക് ഈ ചിത്രത്തിന്റെ അവർ പറയാൻ ഉദ്ദേശിച്ച സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കണം, പ്രേക്ഷകരിലേക്ക് എത്തിക്കണം, അത് ചർച്ചയാക്കണമെന്ന വലിയ ആഗ്രഹമുണ്ട്. അതേ പ്രതികരണം തന്നെ സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. നമുക്കറിയാം, കേന്ദ്രമന്ത്രിയായി സുരേഷ് ഗോപിയുടെ ചിത്രമായിരുന്നിട്ട് പോലും അതിൽ കത്തിവെക്കുന്ന സാഹചര്യം ഉണ്ടായത് വലിയ ചോദ്യങ്ങൾക്ക് ഇടവരുത്തിയപ്പോഴൊക്കെ അദ്ദേഹം മൗനത്തിലായിരുന്നു. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം ചിത്രം ഇറങ്ങിക്കഴിയുമ്പോൾ എന്ത് പറയുന്നു എന്നത് കൂടി കാണാം. എത്രയോ സ്ത്രീകൾ പൊരുതി മരിച്ചുപോയി നീതി കിട്ടാതെ. അതിനകത്ത് സമൂഹത്തിന് വലിയ പാതകം ആണ് സമൂഹം ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ ആ സമൂഹത്തിന്റെ ഭാഗമാണ് ഈ തലമുറയിലെ നമ്മൾ. ഒരുപക്ഷെ പ്രായം ഇപ്പോ അവർക്കൊരു ബോധ്യം നൽകാൻ കഴിയുന്ന പ്രായമാണെങ്കിൽ അടുത്ത തലമുറ, അതിനടുത്ത തലമുറ, അവർക്കെല്ലാം ഇത് ബോധ്യം പകർന്നു കൊടുക്കുന്നതിന് ഈ സിനിമ ഊതുന്നു. ഇതാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം. എന്തായാലും ആവിഷ്കാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട നിരവധി ചോദ്യങ്ങൾ ഉയർത്തിയ ഒരു വിഷയം കൂടിയാണ് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. പിന്നീട് പേരുമാറ്റി ബി ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയായ സിനിമ. അതിൽ ഒരുപാട് തരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നു. സെൻസർ ബോർഡ് ഉയർത്തിയ കാര്യങ്ങളിൽ നിന്ന് അവർക്ക് തന്നെ പിന്നോട്ട് പോകേണ്ടി വന്നു. എന്തായാലും വെട്ടിമുറിച്ച ചിത്രം ജനങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനിയെങ്കിലും ഇത്തരം പരിഹാസ്യമായ നിലപാടുകളിലേക്ക് പോവുകയും പിന്നീട് അതിൽ നിന്ന് പിൻവലിയാൻ സാഹചര്യം ഒരുങ്ങുകയും ചെയ്യാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.